ഒരു കമ്മ്യൂണിറ്റി ഹാള് വരുന്നുണ്ട്, ഒരു ഡിസാസ്റ്റർ മെമ്മോറിയൽ. എൻ്റെ കൂടെ ഞാൻ നോക്കിയിട്ട് അറിയാവുന്നവർ. മമ്മൂട്ടി സംബന്ധമായിട്ടുള്ള കാര്യം സംസാരിക്കാൻ വേണ്ടി വന്നേക്കുന്ന വയനാട് അറിയാമല്ലോ, ചൂരന്മാരിലെ ദുരന്തവും കാര്യങ്ങളൊക്കെ ഞാൻ പറയാതെ തന്നെ എല്ലാവർക്കും അറിയുന്ന കാര്യങ്ങളാണ്. അവിടുത്തെ വീട് ഉദ്ഘാടനം കഴിഞ്ഞു. ഇപ്പം ഇന്നലെ മമ്മൂട്ടി അവിടെ നിന്ന് സന്ദർശിക്കാൻ വന്നിട്ടുണ്ടായിരുന്നു. അപ്പം അവിടുത്തെ ജില്ലാ സെക്രട്ടറി ആണെന്ന് തോന്നുന്നു റഫീഖ്, അദ്ദേഹത്തിൻ്റെ അടുത്ത് മമ്മൂട്ടി മാറി നിൽക്കാൻ പറയുന്നതാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയ ഭയങ്കര വിവാദമായിക്കൊണ്ടിരിക്കുന്നത്. മമ്മൂട്ടി ഏറിലാണോ താഴെയാണോ എന്നൊക്കെ നിങ്ങൾ തന്നെ പറ, ഞാൻ കൂടുതലൊന്നും പറയുന്നില്ല. ഞാൻ അദ്ദേഹത്തിൻ്റെ ഒരു ഫോട്ടോയാണ് ഈ വെച്ചിരിക്കുന്നത്. അതായത് ദുരന്തം സമയത്ത് അവർ DYFIക്കാരും എല്ലാവരും കൂടെ നല്ല പ്രവർത്തനവും കാര്യങ്ങളൊക്കെ നടത്തിയ ഒരു വ്യക്തിയാണ് അദ്ദേഹം. നമ്മൾ പറയുമ്പോൾ എല്ലാം പറയണമല്ലോ. ഒരാഴ്ച മുമ്പ് തന്നെ അവിടെ ഉദ്ഘാടന സമയത്ത് സിദ്ദിഖ് എന്ന് പറയുന്ന MLA ഉണ്ടല്ലോ, ആ MLA പ്രസംഗിക്കാൻ വന്ന സമയത്ത് കൂവി നാട്ടിച്ച ടീംസുകളാണ് ഈ പറയുന്ന കമ്മ്യൂണിസ്റ്റുകാർ. അവിടുത്തെ ജനങ്ങളല്ല കൂവിയത്, അവിടുത്തെ പാർട്ടിക്കാരാണ്. ഈ കൊടുത്ത കൊല്ലത്തും കിട്ടുമെന്ന് കേട്ടിട്ടില്ലേ? ഒരാഴ്ചയിൽ തന്നെ പണ്ടൊക്കെ പിന്നെ ആയിരുന്ന പാപ്പ എന്ന് പറയുന്ന പോലെ തന്നെ ഇയാളൊരു പാവം പിടിച്ചവനാണെന്ന് തോന്നുന്നു ഈ റഫീഖ് എന്ന് പറയുന്ന വ്യക്തി. ഈ രാഷ്ട്രീയക്കാരുടെ ഏറ്റവും വലിയ കുഴപ്പം എന്താണെന്ന് പറഞ്ഞാൽ, ഒരു വിഷയം ഉണ്ടായിക്കഴിഞ്ഞാൽ ഇപ്പം കൂട്ടത്തിലൊരുത്തിന് തല്ല് കിട്ടിക്കഴിഞ്ഞാൽ അവരെ അങ്ങോട്ട് ചേറെ പിടിച്ചിരുത്തി, മോനെ അങ്ങനെ ഇരി, ഫോട്ടോ മോനെ ഇങ്ങനെ ഇരി, അല്ല മോനെ അങ്ങനല്ല, കിടക്ക് ഡാനി കിടക്ക്. ഇത് രാഷ്ട്രീയക്കാരുടെ ഒരു രീതിയാണ്. ആരെ കിട്ടിയാലും മുതലാക്കും. അതിപ്പോൾ കോൺഗ്രസ് ആണെങ്കിലും കമ്മ്യൂണിസ്റ്റ് ആണെങ്കിലും BJP ആണെങ്കിലും. ഓക്കെ, ഇദ്ദേഹം ഒരു പാവം പിടിച്ചൊരു മനുഷ്യനാണെന്ന് തോന്നുന്നു. എനിക്ക് അറിയത്തില്ല, വയനാട്ടിൽ കിടക്കുന്ന ഒരു പുള്ളിയെക്കുറിച്ച് നമുക്കൊന്നും അറിയത്തില്ല. പക്ഷേ എനിക്ക് കണ്ടിട്ട് എന്തോ അദ്ദേഹം മമ്മൂട്ടി അങ്ങനെ പറഞ്ഞപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് വിഷമം തോന്നി. ഉള്ള കാര്യം തുറന്നു പറയാമല്ലോ, എനിക്ക് ഭയങ്കരമായിട്ട് ആരോടും അങ്ങനെ അത് ഇത്രയും മീഡിയയൊക്കെ നിൽക്കുമ്പോഴേ അയാളുടെ ഫാമിലി വീട്ടിലോട്ട് പോകണ്ട. അതുകൊണ്ട് നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കണം. വീട്ടിൽ വൈഫ് കാണും, എന്താ പറയണ്ടേ, അമ്മ അച്ഛന്. ഇപ്പോൾ വൈഫ് ആലോചിക്കും, ഞാൻ ഇനി എങ്ങനെ എൻ്റെ കൂട്ടുകാരുടെ മുഖത്ത് നോക്കും, അല്ലെങ്കിൽ അയൽക്കാരുടെ മുഖത്ത് എങ്ങനെ നോക്കും, അമ്മ അവരുടെയൊക്കെ ആ അവസ്ഥയൊന്ന് ആലോചിക്കണം. സാക്ഷാൽ മമ്മൂട്ടി വന്നിട്ട് ഇതുപോലുള്ള കാര്യങ്ങളൊക്കെ പറയുമ്പോൾ ഒരുമാതിരി എനിക്കെന്തോ അത്ര സുഖകരമായിട്ട് തോന്നിയില്ല. അതുപോലെ തന്നെ എനിക്ക് ഇവിടുത്തെ DYFIക്കാരോടാണെങ്കിലും ഈ മെയിൻ ഗുണാണ്ട്രന്മാരോടൊക്കെ പറയേണ്ട, കണ്ടില്ലേ നീയൊക്കെ കൂടെ അന്ന് ഈ പറഞ്ഞ സിദ്ദിഖ് എന്ന് പറഞ്ഞ MLA കാണിച്ചത്, അതിൻ്റെ ഒരു ഫലമായിട്ടങ്ങ് കൂട്ടിയാൽ മതി. ഓക്കെ, എന്തോ പാവം പിടിച്ചവനായിട്ട് എന്തോ എനിക്കൊരു അത് കണ്ടപ്പോൾ തൊട്ട് എൻ്റെ മനസ്സ് ശരിക്കും വേദനിച്ചു. ഉള്ള കാര്യം പറയില്ല, മനസ്സിൽ തൊട്ട് പറയുകയാണ്. എനിക്കിങ്ങനെയുള്ളതൊക്കെ കാര്യങ്ങൾ കണ്ടാൽ പെട്ടെന്ന് അങ്ങ് സങ്കടപ്പെടും. പിന്നെ പെട്ടെന്ന് വയലൻസ് വരുന്ന ചില വാക്കുകൾ ഒക്കെ കേട്ടാലാ ഈ അമ്മയെ മുൻനിർത്തിയൊക്കെ കളിയാക്കി സംസാരിക്കുന്നത്, അല്ലെങ്കിൽ അവരുടെ മുമ്പിൽ ചൂണ്ടി സംസാരിക്കുകയൊക്കെ കാണുമ്പോൾ ഞാൻ പെട്ടെന്ന്, അല്ലെങ്കിൽ അമ്മമാരെയൊക്കെ ആരെങ്കിലുമൊക്കെ എന്തെങ്കിലും പറയുവാണെങ്കിൽ അവിടെ പിന്നെ ഭയങ്കര വയലൻസ് ഉണ്ടാകും. ഞാൻ അവിടെ ഒരു ദാക്ഷിണ്യം കാണത്തില്ല. പണ്ടാണെങ്കിൽ ഒന്ന് പറഞ്ഞാൽ രണ്ടാമത് പ്രശ്നം ഉണ്ടാകുമായിരുന്നു. ഇപ്പം ഇതുപോലുള്ള കാര്യങ്ങളൊക്കെ കേൾക്കുമ്പോൾ അത് ആരാണെങ്കിലും ശരി, ഇപ്പോൾ എൻ്റെ ഈ വീഡിയോ കാണുന്നത് നമ്മുടെ നാട്ടിലുള്ളവരാണെങ്കിൽ പോലും ശരി അറിയാതിരിക്കുമല്ലോ. അത് എന്നെ അടുത്തറിയാവുന്നവർക്ക്, ഇപ്പോഴത്തെ യൂത്ത് പിള്ളേർക്ക് ഇതിനെക്കുറിച്ചൊന്നും അറിയത്തില്ല. ഓക്കെ, ഞാൻ എൻ്റെ നാട്ടിലോട്ട് അങ്ങ് പോയി പെട്ടെന്ന്. എന്തായാലും നമുക്ക് ഈ ഒരു ബാക്കി വിഷയത്തിലോട്ട് നമുക്കൊന്ന് കാണാം. ആ പാവം പിടിച്ചവൻ്റെ അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കി. ഒരുപാട് കമൻസും കാര്യങ്ങളും ഉണ്ട്. മമ്മൂട്ടിക്കെതിരെ ആണെങ്കിലും പുള്ളിയെ സപ്പോർട്ട് ചെയ്തിട്ടാണെങ്കിലും സഹാക്കന്മാരൊക്കെ നല്ല കമൻസും കാര്യങ്ങളൊക്കെ കൊടുക്കുന്നുണ്ട്. അതിൽ നമുക്ക് ആ ഒരു വീഡിയോ കണ്ടിട്ട് വരാം. കാണാൻ വേണ്ടി പുള്ളിയുടെ ഇഷ്ടത്തിന് വന്നതാണെന്നാ പറയുകയൊക്കെ ചെയ്യുന്നത്. ലാലേട്ടനെ അറിയാലോ, ലാലേട്ടൻ വന്ന ഇപ്പോൾ ഏത് രീതിയിലാണ് ട്രോളും കാര്യങ്ങളൊക്കെ പോകുന്നത് ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്ക് മനസ്സിലാകും. മമ്മൂട്ടി പിന്നെ ഒന്നാമതൊരു കമ്മ്യൂണിസ്റ്റുകാരനാണ്, അതെല്ലാവർക്കും അറിയുന്ന കാര്യങ്ങളൊക്കെ തന്നെ. പണ്ട് മുതൽ അയാൾ പാർട്ടിക്ക് വേണ്ടി ആക്റ്റീവായിട്ട് നിൽക്കുന്ന ഒരു വ്യക്തിയാണ്. കഴിഞ്ഞ ഇലക്ഷൻ വന്ന് വോട്ടൊക്കെ കുത്തിയതൊക്കെ എല്ലാവർക്കും അറിയുന്ന കാര്യങ്ങളൊക്കെ തന്നെയാണ്. പക്ഷെ അദ്ദേഹം ഈ വട്ടം വന്ന് സംസാരിച്ചപ്പം പുള്ളിയുടെ സംസാര രീതികളാണെങ്കിൽ പോലും പാർട്ടിക്ക് അത്ര സപ്പോർട്ടായിട്ടല്ല പുള്ളിക്ക് തോന്നിയത്. ഞാൻ പറയാം, LDF സർക്കാരിൻ്റെ ഭരണം ആദ്യ ഘട്ടത്തിൽ ഒരു 80% ഉണ്ടായെങ്കിൽ പോലും ഇപ്പോൾ ഒരു 20% പോലും ഇല്ലായിരുന്നു. പിന്നെ ഈ വയനാട്ടിലെ കാര്യങ്ങൾ എടുത്ത് പറയാമെന്ന് വെച്ചാൽ ഇത് ജനങ്ങളുടെ പൈസയാണ്. പിന്നെ അതുപോലെ തന്നെ DYFI എന്ന് തോന്നുന്നു 20,46,00,000 രൂപയോളം അവർ കളക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അതായത് 46 ലക്ഷം രൂപ എങ്ങാണ്ട് മിസ്സായിട്ടുണ്ടെന്ന് പറഞ്ഞ് യൂത്ത് കോൺഗ്രസ് ഇത് കൊടുക്കുന്നു. പിന്നെ യൂത്ത് കോൺഗ്രസിൻ്റെ കുറേ കള്ളപ്പണത്തിൻ്റെ അങ്ങനെ കുറേ അവർ കുറേ പൈസ മുക്കിയെന്നും പറഞ്ഞിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും കൂടെ ഫൈറ്റും കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നു. പിന്നെ രാഹുൽ മാങ്കൂട്ടം അയാളും കുറേയൊക്കെ മൂട്ടിച്ചെടുത്തുന്നൊക്കെ കുറേ കഥകൾ പറയുന്നുണ്ട്. അങ്ങോട്ടും ഇങ്ങോട്ടും രണ്ട് കൂട്ടരും പറയുന്നുണ്ട്. ഞാൻ അതിലോട്ടൊന്നും വരുന്നില്ല. ഓക്കെ, എന്തായാലും ഇപ്പം അവിടെ ജനങ്ങൾക്ക് അവിടെ ആവശ്യം വീടാണ്. അതെന്തായാലും കറക്റ്റായിട്ട് ഇവിടുത്തെ സർക്കാർ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അത് നമ്മൾ കൈയടിക്കേണ്ട കാര്യം, കാരണം അത് അവരുടെ ഡ്യൂട്ടിയാണ്.
അതവർ കറക്റ്റായിട്ട് അത് പാലിക്കണം. കാരണം ജനങ്ങളുടെ കയ്യിൽ നിന്ന് കോടികളാണ് പിരിച്ചെടുത്തത്. അപ്പോൾ അവിടെ ആ ഒരു വീഡിയോ കാണാം. പിന്നെ ഈ ഒരു വീഡിയോ കാണുമ്പോൾ ആരും വന്നിട്ട് പറയരുത് ഇതിൽ DYFIക്കാരുടെ പൈസ കൊണ്ട് മാത്രം വെച്ചാണെന്ന് ദയവ് ചെയ്ത് പറയരുത്. അത് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. അങ്ങനെ പറഞ്ഞു വരുമ്പോഴത്തേക്ക് പിന്നെ കണക്കുകളൊക്കെ വേറെ പലതും കൂട്ടിയൊക്കെ നമ്മൾ ചിന്തിച്ച് പോകേണ്ടി വരും. ഓക്കെ, എന്നാലും നമുക്ക് അദ്ദേഹത്തിൻ്റെ ബാക്കിയും കൂടെ വീഡിയോ വെക്കാം. ഒരു കമ്മ്യൂണിറ്റി ഹാൾ വരുന്നുണ്ട്, ഒരു ഡിസാസ്റ്റർ മെമ്മോറിയല്. ഓക്കെ, മമ്മൂട്ടി എന്തോ പറഞ്ഞിട്ടുണ്ട്. ഞാൻ അതിൻ്റെ വേറെ വിഷ്വൽ വെച്ചാൽ ഇപ്പം നമുക്കൊന്ന് ഓടിക്കാം. അതിന് സിദ്ദിഖ് MLA പറയുന്നതൊന്ന് കേൾക്കാം. നിൽക്കി, അത് കഴിഞ്ഞിട്ട് നമുക്ക് അതിലോട്ട് പോവാം. ദുരന്തബാധിതരുടെ ആ ക്യൂബിക്കിളിൽ നിന്ന് ഒരാൾ പോലും അപശബ്ദം ഉണ്ടാക്കിയില്ല. ഞാൻ സംസാരിക്കാൻ എഴുന്നേറ്റപ്പോൾ അവർ കൈയടിച്ചിട്ടുണ്ട്, എഴുന്നേറ്റ് നിന്ന് കൈയടിച്ചു. പക്ഷെ ദുരന്തബാധിതരുടെ പുനരധിവാസ പ്രവർത്തനത്തിലും പുനരുജ്ജീവന പ്രവർത്തനത്തിലും അതിജീവന കാര്യങ്ങളിലും വളരെ പോസിറ്റീവായിട്ടുള്ള അപ്രോച്ചാണ് എല്ലാ സമയത്തും സ്വീകരിച്ചിട്ടുള്ളത്. അപ്പോ ഇന്ന് 178 വീടുകൾ കൊടുക്കുന്ന ഈ സാഹചര്യം അതിനെ ഒരു രാഷ്ട്രീയ അതിപ്രസരത്തിന്റെ മേഖലകളിലേക്കും പിന്നെ മറ്റും കൊണ്ടുപോയി ഒരു 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 ടാർഗറ്റഡ് ഓറിയന്റഡ് ആയിട്ടുള്ള ഒരു സമീപനം ഉണ്ടായി. അതില് ഇടപെടേണ്ടതായ ആളുകൾ ആ സമയത്ത് ഇടപെട്ടൊരു വാക്ക് പറഞ്ഞിരുന്നുവെങ്കിൽ അത്തരം സാഹചര്യങ്ങൾ ഒഴിവാക്കാമായിരുന്നു. പക്ഷെ അത് ഉണ്ടായില്ല. പക്ഷെ അതിലൊന്നും വിഷമമില്ല. ഈ ദുരന്തബാധിതരായ ഒരാൾ പോലും അവിടെ നിന്ന് ഒരു അപശബ്ദം ഉണ്ടാക്കിയില്ല. ഒരു അല്ല, അവിടെ ഒരു അദ്ദേഹത്തിന്റെ പേര് മറന്നുപോയി. ഒരു കമ്മ്യൂണിസ്റ്റുകാരൻ ഉണ്ടായിരുന്നു, മിണ്ടാതിരി എന്നൊക്കെ കിടന്ന് പുള്ളി കാണിക്കുന്നുണ്ട്. എനിക്ക് തോന്നുന്നു അടുത്ത ഇലക്ഷന് നിൽക്കാൻ പോകുന്ന ഒരു വ്യക്തിയാണ്. പുള്ളിയുടെ പേര് എനിക്ക് വലിയ ഓർമ്മ കിട്ടുന്നത്. ഒരു താടിയൊക്കെ വെച്ചൊരു മനുഷ്യനാണ്. പുള്ളി കാണിക്കുന്നുണ്ടായിരുന്നു. നമ്മൾ പറയുമ്പോൾ എല്ലാം കൂടെ പറയണമല്ലോ. ഓക്കെ, എന്തായാലും സിദ്ദിഖ് എന്ന് പറഞ്ഞ മനുഷ്യനാണ്, നല്ലൊരു മനുഷ്യൻ തന്നെയാണ്. ആ ദുരന്തം വന്ന സമയത്താണെങ്കിൽ അവിടെ എല്ലാ കാര്യത്തിനും ആദ്യം മുതൽ അവസാനം വരെ ആക്റ്റീവായിട്ട് നിന്നൊരു വ്യക്തിയായിരുന്നു. ഒരു MLA ആണ്. ആ ഒരു മനുഷ്യനെ അവിടെ ഉൾക്കാണുന്ന സമയത്ത് എല്ലാവരും കൂടെ കൂവി നാട്ടിക്കുമ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കിയേ. പിന്നെ അവിടുത്തെ ജനങ്ങൾ തന്നെ കുറേ പോസിറ്റീവായിട്ട് സംസാരിക്കുന്നുണ്ട്. ഞങ്ങളാരും ഞങ്ങളുടെ MLA ഇങ്ങനെ ചെയ്യത്തില്ല, അദ്ദേഹം ഞങ്ങൾക്ക് വേണ്ടി ഇറങ്ങി തിരിച്ചിട്ടുണ്ട് നല്ല രീതിയിൽ. കുറേ ആൾക്കാരുടെ സംസാരവും രീതികളൊക്കെ കാണുമ്പോഴാണ് പുച്ഛം വരുന്നത് നമുക്കൊക്കെ. ഉണ്ടാക്കില്ല. ഞാൻ സംസാരിക്കുമ്പോൾ അവർ എഴുന്നേറ്റ് നിന്ന് ചില ആളുകൾ കൈയടിക്കുന്നവരുണ്ടായി. അയ്യോ, ഇനി നമുക്ക് വീഡിയോയിലോട്ട് പോവാം, മെയിൻ വീഡിയോയിലോട്ട്. എന്റെ കൂടെ ഒരു കമ്മ്യൂണിറ്റി ഹാൾ വരുന്നുണ്ട്, ഒരു ഡിസാസ്റ്റർ മെമ്മോറിയല്. എന്റെ കൂടെ ഒരു ജനത. പുള്ളി ഉദ്ദേശിച്ചത് എന്താണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് വേണ്ടി വന്നതാണെന്ന് ചിലപ്പോൾ ആൾക്കാർ വിചാരിക്കും എന്നുള്ള രീതിയിലായിരിക്കാം. ചിലപ്പോൾ പുള്ളിക്ക് അതിലൊരു താല്പര്യമില്ലായിരിക്കാം. മോഹൻലാലിൻ്റെ അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കിയേ. ഇപ്പോൾ 2-3 പരസ്യവും ഒരു ഇൻ്റർവ്യൂ ഒക്കെ എടുത്തപ്പോഴത്തേക്ക് മോഹൻലാൽ എയറിലാണ്. മോഹൻലാൽ നേരത്തെ സംഖ്യയായിരുന്നു, ഇപ്പോൾ കൊങ്ങിയാണ്, മങ്കിയാണ് എന്നൊക്കെ പറയുന്നുണ്ട്. പല രീതിയിലും പറയുന്നുണ്ട്. ചിലപ്പോൾ അത് ഉണ്ടായിരിക്കും. ഇത് മമ്മൂട്ടിയുടെ സ്വന്തം ഇഷ്ടപ്രകാരം എന്താണെന്ന് വെച്ചാൽ അത് തന്നെ, പുള്ളിയുടെ സ്വന്തം ഇഷ്ടപ്രകാരം. എന്തെങ്കിലും ആട്ടെ, ഞാൻ ഇനി പറഞ്ഞ് തെറ്റിക്കുന്നില്ല. ചില വാക്കുകൾ അങ്ങോട്ട് കിട്ടുന്നില്ല. പുള്ളിക്ക് തോന്നി, പുള്ളി വന്നു. ഓക്കെ, ഇനി ബാക്കി കൂടെ നമുക്ക് വെക്കാം. ഒരു നാട്ടിലെ ജനങ്ങൾ മുഴുവൻ എല്ലാവരും ചേർന്നിങ്ങനെ നിരാശ്രയരായ ഒരു ലാഭത്ത് സംഭവിച്ച ആളുകൾക്ക് വേണ്ടി പുള്ളി ഇവിടെ പാർട്ടിക്കാരനായിട്ടല്ല വന്നേക്കുന്നത്, അത് നമുക്ക് മനസ്സിലാക്കാം. സംഭാവന ചെയ്തുണ്ടാക്കിയത് ജനങ്ങളുടേതാണ്. അപ്പൊ നമ്മുടെ ജനങ്ങളുടെ മനസ്സാണ് ഈ കാണുന്നത്. കേരളത്തിലെ ജനങ്ങൾ സർക്കാർ കൊടുക്കുന്നത് ജനങ്ങൾ അല്ല, അതറിയില്ല. ജനങ്ങൾ ഇത് നമ്മൾ കൊടുത്തതാണ് സോഷ്യൽ ക്യാപ്. ഇതാ നമുക്കറിയത്തില്ല. മമ്മൂട്ടി ഇവിടെ സ്വന്തം ഇഷ്ടപ്രകാരമാണ് വന്നത്. ഇവിടെ ഒരു പാർട്ടിയും പുള്ളി സപ്പോർട്ട് ചെയ്ത് സംസാരിക്കുന്നില്ല. ചിലപ്പോൾ അതുകൊണ്ടായിരിക്കും ആ ഒരു മനുഷ്യനോട് അങ്ങനെ സംസാരിച്ചത്. പക്ഷെ എന്തോ അദ്ദേഹത്തിന് എന്തോ കണ്ടു നിൽക്കുന്ന ആർക്കും നമ്മുടെയൊക്കെ നെഞ്ചി പടയ്ക്കും. ഉള്ള കാര്യം പറയില്ല. ഞാനിപ്പോൾ ഒരു പാർട്ടി ഇഷ്ടപ്പെടുന്നതാണെങ്കിൽ പോലും, ആരാണെങ്കിൽ പോലും, എൻ്റെ ശത്രു ആണെങ്കിൽ പോലും ഈ ഒരു സിറ്റുവേഷൻ നിൽക്കുവാണെങ്കിലോ ഞാനൊരു പക്ഷേ അവൻ്റെ അടുത്ത് വന്നിട്ട് പോട്ടണമെന്ന് തന്നെ ഞാൻ പറയും. അതിപ്പോൾ എന്നെ കൊല്ലാൻ നിൽക്കുന്നവരാണെങ്കിൽ പോലും. എൻ്റെ ശീലം അങ്ങനെ. ഓക്കെ, ഇതിപ്പം മമ്മൂട്ടി ഒരു കമ്മ്യൂണിസ്റ്റുകാരനായിട്ടല്ല അവിടെ വന്നിരിക്കുന്നത്. കുറേ ആൾക്കാർ അതും വെച്ച് കുറേ സംസാരിക്കുന്നുണ്ട്. ഓക്കെ, ഇത് പറ, നിങ്ങൾ തന്നെ പറ, ഇത് നിങ്ങൾ യോജിക്കുന്നുണ്ടോ ഇല്ലെന്ന് നിങ്ങൾ തന്നെ പറ. ബാക്കി കൂടെ ഒന്ന് വെക്കാം. സാമൂഹ്യ മൂലധനമാണ്. മറ്റുള്ളവരോടുള്ള അനുതാപവും സഹതാപവും ഉണ്ടെന്നുള്ളത് കേരളത്തിലാണ് ഏറ്റവും കൂടുതൽ സോഷ്യൽ ക്യാപിറ്റൽ ഉള്ളത്. അതിന്റെ
ഓക്കെ, ഇപ്പം നിങ്ങൾ പറ, മമ്മൂട്ടി ചെയ്തത് ശരിയോ തെറ്റോ? അത് ഇവിടുത്തെ കേരളത്തിലെ ജനങ്ങൾക്ക് അങ്ങ് വിട്ടുകൊടുക്കുകയാണ്. നിങ്ങൾ തന്നെ പറ. പിന്നെ കുറേ ആൾക്കാരുണ്ട് ഇവിടുത്തെ രാഷ്ട്രീയക്കാരാണെങ്കിലും കാണുന്ന കുറേ നേതാക്കന്മാരുടെ പ്രത്യേകിച്ച് ഒരു കാര്യം എനിക്ക് പറയാനുണ്ട്. എടുത്ത് ചാടരുത്. ഇതുപോലെ എന്തെങ്കിലുമൊക്കെ കാണുമ്പോൾ കൂടെ പോയി നിൽക്കിട്ട് അത് ശരി, നമ്മൾ സെറ്റാക്കാം, ഞാൻ സെറ്റാക്കാം. കുറേ രാഷ്ട്രീയക്കാർ ചെയ്യുന്നുണ്ട്. അത് ഭയങ്കര ചീപ്പ് പരിപാടിയാണ്. മാറ്റി പിടിക്കാൻ നോക്കുക. അതിപ്പോൾ കോൺഗ്രസ്സിലാണെങ്കിൽ പോലും നമ്മുടെ അടുത്തും കുറേ ടീമുകളൊക്കെ ഉണ്ട് ഇതുപോലെയൊക്കെ. അയ്യോ, അത് ഭയങ്കര കോമഡി എന്ന് വെച്ചാൽ ഭയങ്കര കോമഡിയാണ് സത്യം പറഞ്ഞാലോ. എനിക്ക് അങ്ങനെയുള്ള കാര്യത്തിനോടൊന്നും വലിയ യോജിപ്പും കാര്യങ്ങളൊന്നുമില്ല. അത് ഏത് പാർട്ടി ആയാലും ശരി. ഇതിപ്പം പാർട്ടിക്കാരുടെ ഒരു കുഴപ്പം എന്താണെന്ന് വെച്ചാൽ അവർക്ക് ഇങ്ങനെ ഒരു ഫോട്ടോ എടുക്കുക, എല്ലാത്തിനും മെയിനായിട്ട് നിൽക്കുക, നിന്ന് കഴിഞ്ഞാൽ സ്ഥാനം കിട്ടുക, ജനങ്ങളുടെ മുമ്പിൽ ഇത് ചെയ്യുക, അതൊക്കെയാണ് അവർ നോക്കുന്നത്. പക്ഷെ എന്ത് ചെയ്യാനാ, ഇപ്പോൾ കണ്ടില്ലേ. ഓക്കെ, എന്തായാലും നിങ്ങളുടെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുക. ബൈ, ലവ് യു ഓൾ ഗൈസ്.